വിവാദ വൈദികം റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഓഹരികൾ ഇ.പി. ജയരാജന്റെ ഭാര്യ പി.കെ. ഇന്ദിരയ്ക്ക്. 14% ഓഹരികളാണ് ഇന്ദിരയുടെ പേരിലുള്ളത്. മാർച്ച് 2022 ബാലൻസ് ഷീറ്റ് പ്രകാരമാണ് ഇക്കാര്യം വ്യക്തമായത്. 7499 ഓഹരികളാണ് ഇതുപ്രകാരം ഇന്ദിരയ്ക്കുള്ളത്. 2021 10.27% ഓഹരികളായിരുന്നു ഇന്ദിരയ്ക്കുണ്ടായിരുന്നത്. ഒരു വർഷത്തിനുള്ളിൽ 3000 ഓഹരികൾ ഇന്ദിര കൂടുതലായി സ്വന്തമാക്കി. 1000 രൂപയാണ് ഒരു ഓഹരിയുടെ മൂല്യം. റിസോർട്ടിലെ ഇ.പിയുടെ ബന്ധം പി. ജയരാജൻ ആരോപിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾ റിസോർട്ട് സിഇഒയുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഇന്ദിരയുടെ ഓഹരി സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ കണക്കുകൾ പുറത്തു വരുന്നതോടെ ഇ.പി. ജയരാജന് വൈദികത്തിൽ പങ്കില്ലെന്ന സിഇഒയുടെ വാദം പൊളിയുകയാണ്. ഓഹരി ഉടമാവകാശം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വിവരങ്ങളുമായി മനു ഭരത് ഒപ്പം ചേരുന്നു. മനു ഭരത്, വൈദികം റിസോർട്ടിലെ 2022 മാർച്ച് 31 ബാലൻസ് ഷീറ്റ് ഇ.പി. ജയരാജന്റെ ബാലൻസ് കൂടുതൽ തെറ്റിക്കുന്നതോ? കൃഷ്ണരാജ്, ഈ വൈദികം റിസോർട്ടിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ പൊങ്ങിയ സാഹചര്യത്തിലൊക്കെ മാധ്യമങ്ങളും പൊതുസമൂഹവും രാഷ്ട്രീയ എതിരാളികളുമെല്ലാം ഇ.പി. ജയരാജന്റെ മകൻ പി.കെ. ജെയ്സനെയാണ് നോട്ടമിട്ടിരുന്നത്. ജെയ്സന് വലിയ നിക്ഷേപമുണ്ട് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അതൊക്കെ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ടാണ്, അതിനപ്പുറത്ത് ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി.കെ. ഇന്ദിരയ്ക്കാണ് ഏറ്റവും അധികം ഓഹരികൾ ഉള്ളത് എന്ന വിവരം പുറത്തു വരുന്നത്. സിഇഒ നമ്മളോടൊപ്പം ഇതിനു മുമ്പ് വാർത്തകളിൽ ചേർന്നപ്പോഴൊക്കെ ജെയ്സന്റെ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ജെയ്സൺ ആകെ 10 ലക്ഷം രൂപയുടെ നിക്ഷേപം മാത്രമേ ഉള്ളൂ, 1000 ഓഹരികൾ മാത്രമേ ജെയ്സന്റെ പേരിലുള്ളൂ എന്നായിരുന്നു അദ്ദേഹം സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുകയും ശ്രമിക്കുകയും ചെയ്തത്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ആങ്കർ പി.കെ. ഇന്ദിരയ്ക്ക് എത്ര ഓഹരിയുണ്ട് എന്ന കാര്യം എടുത്ത് പലതവണ ചോദിക്കുകയും പക്ഷെ അദ്ദേഹം അത് കണക്കുകൾ പരിശോധിക്കാതെ മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു. ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ സ്ഥാപനത്തിൽ ഏറ്റവും അധികം ഓഹരികളുള്ളത് പി.കെ. ഇന്ദിരയ്ക്കാണ്. അത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം കൊണ്ട് തന്നെ 3000 അധിക ഓഹരികൾ പി.കെ. ഇന്ദിര വാങ്ങിക്കുന്നു. ഒരു ഓഹരിയുടെ വില 1000 രൂപയാണ്. അങ്ങനെ 3000 പുതിയ ഓഹരികൾ വാങ്ങിക്കുന്നു. നേരത്തെ തന്നെ 4499 ഓഹരികൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഈ പി.കെ. ഇന്ദിരയ്ക്ക് എങ്ങനെ ഓഹരികൾ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ചോദ്യം ഇതിന്റെ സിഇഒയോട് ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ 28 വർഷം ജോലി ചെയ്ത് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത പി.കെ. ഇന്ദിര ആ പണം ഉപയോഗിച്ചാണ് ഇത് വാങ്ങിച്ചത് എന്നാണ്, ഈ ഓഹരികൾ വാങ്ങിച്ചത് എന്നാണ് സിഇഒ വ്യക്തമാക്കിയത്. ഏതായാലും തനിക്ക് റിസോർട്ടുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ ഇനി ഇ.പി. ജയരാജന് ആകില്ല. ഈ അതായത് മാധ്യമ സൃഷ്ടിയാണ് ഇതെന്ന് പറഞ്ഞ് അധിക നാൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതായത് തന്റെ മകന് കാര്യമായ ഓഹരികളില്ല എന്ന ഒരു നിലപാടായിരുന്നുവല്ലോ ഇ.പി. ജയരാജൻ സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കാണ് ഏറ്റവും അധികം ഓഹരികൾ. നേരത്തെ അദ്ദേഹം പറഞ്ഞത് വേറെ ആളുകളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉള്ള കൂടുതൽ, അതായത് ഈ മകനേക്കാൾ 12 ഓഹരി കൂടുതലുള്ള 15 പേർ ഈ ഡയറക്ടർ ബോർഡിലുണ്ട് എന്ന് അദ്ദേഹം എന്ന് സിഇഒ പറയുകയും ചെയ്തു. പക്ഷെ ഏറ്റവും കൂടുതൽ ഓഹരികളുള്ള 12 പേരിൽ ആദ്യം നിൽക്കുന്നത് പി.കെ. ഇന്ദിരയാണ് എന്ന കാര്യമാണ് ഇവിടെ മറച്ചു വെക്കപ്പെട്ടത്. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. മനുഭരത്ത്, അതായത് 14.62% ഓഹരികളുടെ ഉടമസ്ഥ കെ.പി. ഇന്ദിരയാണ്. 2022 മാർച്ച് 31 കണക്കാണ്. അതായത് 2021 മാർച്ചിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 3000 ഓഹരികൾ അധികം. അതെ, 3000 ഓഹരികൾ അവർ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഈ സ്ഥാപനത്തിലേക്ക് നിക്ഷേപിക്കാൻ അവർ തയ്യാറാകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2014 ചെറിയ ഒരു തുക നിക്ഷേപമായി ആണ് 2 ഡയറക്ടർമാർ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അന്ന് ഇതിന്റെ ആദ്യ ഡയറക്ടർ എന്ന് പറയുന്ന ഇ.പി. ജയരാജന്റെ മകനും ഇ.പി. ജയരാജന്റെ മകനും അതുപോലെ കെ.പി. രമേഷ് കുമാർ എന്ന വ്യവസായിയുമായിരുന്നു ആദ്യം ഇതിന്റെ ഡയറക്ടർമാർ. അതായത്
PK ജെയ്സണും KP രമേഷ് കുമാറുമായിരുന്നു ആദ്യ ഡയറക്ടർമാർ. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഡയറക്ടർമാരായി വന്നിരിക്കുന്നതാണ് ഈ PK ഇന്ദിരയും ചൈതന്യ ഗണേഷ് കുമാർ നായർ എന്ന രണ്ടുപേർ. ഈ PK ഇന്ദിരയും ചൈതന്യ ഗണേഷ് കുമാർ നായരും ഒരേ സമയത്ത് തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി 2021 എത്തുന്നത്. അവർ ഈ ചൈതന്യ ഗണേഷ് കുമാർ 2500 ഷെയറുകൾ ഉണ്ട്. അതേസമയം PK ഇന്ദിരയ്ക്ക് 7449 ഷെയറുകളുണ്ട്. മൊത്തം ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 6,65,00,000 രൂപയാണ്. മൊത്തം നിക്ഷേപങ്ങളുടെ കണക്ക് വരുമ്പോൾ അത് 5,13,00,000 രൂപയാകും. ഈ 5,13,00,000 രൂപയിൽ 74 ലക്ഷം, 3/4 കോടിയോളം. അതെ അതെ, ഇത് PK ഇന്ദിരയിലാണ്. അതായത് ജെയ്സന്റെ പേരിൽ 10 ലക്ഷം രൂപയുടെ ഓഹരി മാത്രമേ ഉള്ളൂ എന്നാണ് CEO പറഞ്ഞിരുന്നത്. ഇപ്പോൾ EP യുടെ ഭാര്യയുടെ പേരിൽ 3/4 കോടിയോളം രൂപയുടെ ഷെയർ. അതെ അതെ. അപ്പോൾ അവർ രണ്ടുപേർക്കും കൂടി ഉള്ള കണക്കെടുക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി എടുത്താൽ തന്നെ അത് 84 ലക്ഷം രൂപയുടെ നിക്ഷേപം അവർക്ക് ഇതിൽ ഉണ്ട് എന്ന് വ്യക്തമാകും. ഇത് കൂടാതെ ബാങ്കിൽ നിന്ന് 7.35 ലക്ഷം രൂപ വായ്പ ഈ സ്ഥാപനം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെയാണ് നിക്ഷേപകർ എന്ന നിലയിൽ ഡയറക്ടർമാർ പലിശരഹിതമായി 8 കോടി രൂപയോളം സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ടെന്ന് CEO തന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ അതിൽ ജെയ്സൺ ഇല്ല എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. PK ഇന്ദിരയുടെ കാര്യം വ്യക്തമല്ല. അപ്പോൾ എത്ര നിക്ഷേപം ഇതിൽ മൊത്തത്തിൽ ഉണ്ട് എന്നതിന്റെ കണക്കുകൾ ഇനി EPക്ക് തുറന്നു പറയാൻ. നേരത്തെ CEO പറഞ്ഞത് EP യുടെ ഭാര്യയ്ക്ക് പെൻഷനായപ്പോൾ ലഭിച്ച തുകയാണ് കമ്പനിയിൽ നിക്ഷേപിച്ചത് എന്നാണ്. ഇത്ര വലിയ തുക. അതെ, നേരത്തെ അവർ ബാങ്കിൽ നിന്ന് അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് എടുത്താണ് ഇത് നിക്ഷേപിച്ചത് എന്നായിരുന്നു ആദ്യത്തെ നിലപാട്. ഇപ്പോൾ വീണ്ടും രണ്ടാമതും അവർ നിക്ഷേപിച്ചിരിക്കുന്നു. 2020 കഴിഞ്ഞ സാമ്പത്തിക വർഷം വീണ്ടും 3000 ഓഹരികൾ വാങ്ങിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യം, ഇതെല്ലാം പുറത്തു വരുന്നത് ഈ ഡയറക്ടർ ബോർഡിലേക്ക് ഒരു തർക്കത്തെ തുടർന്നാണ്. KP രമേഷ് കുമാറും ഇതിന്റെ ആദ്യത്തെ സ്ഥാപക ഘട്ടത്തിലുണ്ടായിരുന്ന ഡയറക്ടർമാരായ KP രമേഷ് കുമാറും PK ജെയ്സണും തമ്മിലുള്ള ഒരു തർക്കത്തെ തുടർന്നാണ് ഈ സംഗതികളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെ PK ജെയ്സണിനെതിരെയും അതുപോലെ സ്ഥാപനത്തിന്റെ മൊത്തം നടത്തിപ്പിനെതിരെയും പരാതികളുമായി KP രമേഷ് കുമാർ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് നിയമ ട്രിബ്യൂണലിലടക്കം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയെന്ന് CEO തന്നെ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയും എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സാമ്പത്തിക ഇത്രയും നേട്ടം എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് EP ജയരാജന് മറുപടി പറയേണ്ടി വരും. തനിക്ക് സ്ഥാപനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. 7 കോടി രൂപയിലധികം, അതായത് 7,35,00,000 രൂപ SIBയിൽ നിന്ന് ബാങ്ക് ലോൺ ലഭിച്ചിരിക്കുന്നു. അതുകൂടാതെ 8 കോടി രൂപയുടെ പലിശരഹിത വായ്പ ആളുകളിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സമാഹരണം നടത്തുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്ത് EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടുകൂടി ലഭിച്ചതാണ് എന്ന് അനുമാനിക്കാൻ പ്രതിപക്ഷ കക്ഷികൾ അത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി മനു ഭരത്.